കൊളംബിയയിലെ ഭൂചലനത്തിൽ മരണം 100 കടന്നു. നിരവധി പേർക്ക് പരിക്ക്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വെനസ്വേലൻ അതിർത്തി പ്രദേശത്തും പ്രകമ്പനമെന്ന് റിപ്പോർട്ട്. റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ. ഫോൺ കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. അർജുൻ ആയങ്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ തെരഞ്ഞ് പോലീസ്. തിരുവനന്തപുരത്തും കൊല്ലം നീണ്ടകരയിലും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഇന്നും തെരച്ചിൽ. മുതലപ്പുഴയിലെ തെരച്ചിലിന് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ. വിഴിഞ്ഞത്തു നിന്നും കാണാതായ ജോണിനായി തെരച്ചിൽ തമിഴ്നാട് തീരം കേന്ദ്രീകരിച്ച്. നീണ്ടകരയിൽ നേവിയുടെ ഹെലികോപ്റ്ററും തെരച്ചിലിൽ സജീവം. മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്നേക്ക് 12ാം ദിനം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. അയോധ്യ സംഭാവന കൊള്ളയിലും ചർച്ച വേണമെന്ന നിലപാടിൽ പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കുന്ന ബില്ല് ഇന്ന് ലോക്സഭ പാസാക്കും. FCRA നിയമ ഭേദഗതിക്കെതിരെയും നീറ്റിനെതിരെയും പ്രമേയം പാസാക്കാൻ തമിഴ്നാട്. മന്ത്രിമാരായ അരുൺ രാജും രാജ്മോഹനും പ്രമേയങ്ങൾ അവതരിപ്പിക്കും. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ മാനദണ്ഡമാക്കരുതെന്ന ആവശ്യം. കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും ആവശ്യം. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ. ഫിഫയ്ക്ക് തുറന്ന കത്തെഴുതിയ ഫുട്ബോൾ സംഘടനകളെ പിന്തുണച്ച് അമേരിക്കയും കാനഡയും. ഫിഫയിൽ സുതാര്യത വേണമെന്നും ഭരണം ശക്തിപ്പെടുത്തണമെന്നും ഇരു രാജ്യങ്ങളും. യുവേഫ സൂപ്പർ കപ്പിനൊരുങ്ങി. ലോകകപ്പ് നിഷേധിക്കപ്പെട്ട സൊമാലിയൻ റഫറി ഒമർ അർത്താൻ. മത്സരം നിയന്ത്രിക്കാൻ അവസരമൊരുങ്ങിയത് അമേരിക്ക പുറത്താക്കിയത് വിവാദമായതോടെ ഒമർ സൂപ്പർ കപ്പ് ഫൈനൽ നിയന്ത്രിക്കുന്ന യൂറോപ്പുകാരനല്ലാത്ത ആദ്യ റഫറി. PSG ആസ്റ്റൺ വില്ല കലാശ പോരാട്ടം നാളെ രാത്രി 12:30.